കേരളത്തിൽ ഇപ്പോൾ പകർച്ചവ്യാധിയുടെ സമയമാണെന്ന് തന്നെ പറയാമല്ലോ. പ്രതിപക്ഷം ഇതിപ്പോൾ ആയുധമാക്കി എടുത്തേക്കുവാണ് കെ മുരളീധരനെതിരെ. അതായത് പകർച്ചവ്യാധി കൃത്യമായിട്ടുള്ള ഇത് നടത്താത്തത് കൊണ്ടാണ്, അത് അല്ല മുരളീധരൻ്റെ പ്രശ്നക്കുറവ് കൊണ്ടാണ്, അല്ല കാഴ്ചപ്പാട് കൊണ്ടാണ്, അല്ലെങ്കിൽ മുരളീധരൻ്റെ ഒരു ഭരണരീതി കൊണ്ടാണ് ഈ പകർച്ചപ്പനി വന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം അതിനെപ്പറ്റി എന്തോ പറയാനുള്ളത്? സിസ്റ്റം ശരിയല്ല എന്നുള്ള പരാതിയിൽ നിന്നും ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെ കയ്യിൽ കിട്ടിയ ആ ഒരു മേഖല, അതായത് ഏറെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ ഒരു നേർവഴിയിലൂടെ നടത്താൻ വേണ്ടി മന്ത്രി കെ മുരളീധരൻ ശ്രമിക്കുന്നത്. ആ ഒരു ശ്രമത്തിനെതിരെ ഇതുപോലുള്ള വ്യാജ പ്രചരണങ്ങളോ അല്ലെങ്കിൽ കുത്തുവാക്കുകളോ മറ്റ് ആരോപണങ്ങളോ എതിരെ വരാം. അതൊന്നും മൈൻഡ് ചെയ്യാതെ, അതായത് ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ആരോഗ്യ മേഖല എങ്ങനെയെങ്കിലും ഒരു നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു ദൃഢ നിശ്ചയത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം. കേരള മോഡൽ അല്ലെങ്കിൽ ലോകത്തിന് മാതൃകയായ കേരള മോഡൽ എന്ന് കഴിഞ്ഞ സർക്കാർ വാഴ്ത്തിപ്പാടിയ ആരോഗ്യ മേഖല ഏത് അവസ്ഥയിലായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ ഈ കാണുന്നവർക്കും എല്ലാവർക്കും അറിയാം. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് കെ മുരളീധരന് ഈ ഒരു ആരോഗ്യവകുപ്പ് കിട്ടുന്നത്. ഈ പകർച്ചവ്യാധികൾ പടരുന്ന ഈ ഒരു സമയത്ത് 2 മാസം മുമ്പ് നടത്തേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താതെ ഇറങ്ങിപ്പോയ ആരോഗ്യ വകുപ്പും കഴിഞ്ഞ സർക്കാരുമല്ലേ ശരിക്കുള്ള ആ ഒരു പ്രതിപട്ടികയിൽ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് കഴിഞ്ഞ സർക്കാരിനോടല്ല ആയിരുന്നില്ലേ? ഈ കഴിഞ്ഞ സർക്കാർ തന്നെയല്ലേ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നത്? അത് ഒരു തരം ഇരട്ടത്താപ്പല്ലേ? മുഹമ്മദ് റിയാസിന് പറഞ്ഞ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, അതായത് മുരളീധരന്റെ ഭരണത്തിന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മുരളീധരൻ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നുണ്ട്. അതായത് വീണ മീട്ടലും അതൊക്കെ കൊണ്ടാണ് ഇപ്പൊ ഈ ആരോഗ്യ മേഖല ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് എന്ന്. എന്തായാലും നല്ലൊരു അടിയാണ് അവർക്ക് കിട്ടിയത് അതിലൂടെ. അതെ, അതായത് ഈ പ്രതിഷേധിക്കാൻ വന്നവരെ കണ്ടം വഴി ഓടിച്ച ഒരു മറുപടിയാണ് രണ്ട് മുൻ മന്ത്രിമാർക്ക്. അതായത് ഒരാൾ നിയമസഭയിൽ പ്രതിപക്ഷ ഭാഗത്തുണ്ട്, ഒരാൾ തോറ്റ് ആറന്മുളയിൽ എവിടെയോ ഉണ്ട്. ആ 2 പേർക്കും വ്യക്തമായി, അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോഴത്തെ ആരോഗ്യ മേഖലയെ വിമർശിച്ച 2 പ്രമുഖ വ്യക്തികൾക്ക് ഇന്നലെ തന്നെ ചുട്ട മറുപടിയാണ് ഇന്നലെ കെ മുരളീധരൻ നൽകിയത്. ആരോഗ്യ മേഖലയിൽ നേട്ടങ്ങൾ വരുമ്പോൾ മാത്രം അതിനെ പ്രത്യേകം റീൽസും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രത്യേകം PR വർക്കുകളും ചെയ്തിരുന്ന ഒരു ആരോഗ്യമന്ത്രി ഇപ്പുറത്ത് പൊതുമരാമത്ത് വകുപ്പും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ബന്ധു എന്ന നിലയിൽ അവിടെ ഷോ കാണിച്ചല്ല, അല്ലെങ്കിൽ ഷൈൻ ചെയ്തിരുന്ന മുൻ പൊതുമരാമത്ത് മന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ MLA-യുമായ PA മുഹമ്മദ് റയീസ്, ഈ 2 പേരും വളഞ്ഞിട്ട് ആക്രമിക്കും അല്ലെങ്കിൽ മിണ്ടാതെ മൂലക്കിരുത്താം എന്ന് വിചാരിച്ചാണ് കെ മുരളീധരൻ്റെ അടുത്ത് ചൊറിയാൻ പോയത്. പക്ഷേ നല്ല രീതിയിൽ മാന്ത് കിട്ടി മിണ്ടാതിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം തോറ്റവർ അവിടെ ഇരുന്നാൽ മതി, ബാക്കിയുള്ള ഒരു സിസ്റ്റത്തിൻ്റെ അകത്തുള്ളവർ ഈ പണി നോക്കിക്കോളാം, അല്ലെങ്കിൽ പണി അറിയാവുന്നവർ ഈ ഒരു സിസ്റ്റത്തിലുണ്ട്, അത് ഞങ്ങൾ വെടിപ്പായിച്ചതോളാം, നിങ്ങൾ മിണ്ടാതെ ഒരു മൂലക്കിരുന്നാൽ മതി, പോയി പണി നോക്കുക എന്നുള്ള രീതിയിലുള്ള കറക്റ്റ് പൊതുജനം കൊടുക്കേണ്ട മറുപടി ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് കിട്ടിയപ്പോൾ അതായത് ആ ഒരു മുൻ ആരോഗ്യമന്ത്രി, അതായത് ഫേമസ് ആയിട്ടുള്ള മുൻ ആരോഗ്യമന്ത്രി മിണ്ടാതെ ഒരു മൂലക്കെത്തി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു പോസ്റ്റ് ഇട്ടു. അതായത് ഇങ്ങനെ മിണ്ടാതിരുന്ന് മര്യാദയ്ക്ക് സിസ്റ്റത്തെ നോക്കുക, മര്യാദയ്ക്ക് ഇത് നോക്കി കൊണ്ടുപോവുക, അതാണ് ചെയ്യേണ്ടത്, വാചകവടി നിർത്തിയിട്ട് അതാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതാരാ പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഈ 5 വർഷത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ മേഖലയ്ക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാരണക്കാരിയാണ് ഈ പറയുന്നത്. അതായത് മര്യാദയ്ക്ക് 1 മാസം പോലും ആയില്ല അവരുടെ സിസ്റ്റം കിട്ടിയിട്ട്, അവരത് ചിന്തിക്കുന്നില്ല. അപ്പം ഇപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ ഇപ്പം ഈ പകർച്ചവ്യാധി ഉണ്ടാകണമെങ്കിൽ പൂർവ്വകാല ശുചീകരണത്തിന്റെ പ്രശ്നമാണ്. അതായത് മാർച്ച് ഏപ്രിൽ മാസത്തെ ശുചീകരണത്തിന്റെ പ്രശ്നവും ഇതൊക്കെ കൊണ്ടാണ്. അന്നേരം ആരായിരുന്നു ഭരണത്തിലിരുന്നതെന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല, അന്ന് ആരായിരുന്നു ആരോഗ്യമന്ത്രി എന്നൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പം എല്ലാം കൂടെ മുരളീധരന്റെ, അതായത് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ തലയിലിടാൻ നോക്കുകയാണ് ചെയ്യുന്നത്. 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ പകർച്ചവ്യാധികൾ, അതായത് കോവിഡ്, നിപ്പ ഇതുപോലുള്ള വൈറസ് ബാധിതമായിട്ടുള്ള രോഗങ്ങൾ വന്നപ്പോൾ ആകെ പകച്ചു നിന്ന സമയത്ത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു ആശാഭാവമായുള്ള ഒരു പ്രതീക്ഷ തന്നത് മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ടീച്ചർ. ആ ടീച്ചറുടെ അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യമന്ത്രിയുടെ കൃത്യമായിട്ടുള്ള ഏകോപനവും അല്ലെങ്കിൽ ഇടപെടലും കൊണ്ടാണ് ആ ഒരു ദുരന്തത്തെ അത്യാവശ്യം നമുക്ക് ഓവർകം ചെയ്യാൻ വന്നത്. എങ്കിലും 20-ലധികം മരണങ്ങൾ നിപ്പ മൂലമുണ്ടായി. കോവിഡിലും അത്യാവശ്യം മരണങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു. ഇതിനെല്ലാം
നമ്മൾ മറികടന്നതുകൊണ്ടാണ് കേരള മോഡൽ എന്ന ഒരു ടാഗ് ആരോഗ്യ മേഖലയിൽ നമുക്ക് ലഭിച്ചത്. രണ്ടാം പിണറായി സർക്കാർ നോക്കുമ്പോൾ ആ ഒരു കേരള മോഡൽ ഈ നമ്മൾ ഏറ്റവും പിറകിലായി, അതായത് ഏറ്റവും പിന്നിൽ നിന്ന് ഒന്നാമത് ആയുള്ള ഒരവസ്ഥയായി. അത്രയ്ക്കുണ്ട് നമ്മുടെ കഴിഞ്ഞ ആരോഗ്യമന്ത്രിയുടെ ഒരു മേന്മ. അതായത് പ്രതിഷേധിക്കാൻ വരുന്നവർക്ക് നേരെ കുരച്ചു ചാടുന്നതും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇരുന്ന് പോസ്റ്റ് ചെയ്യുന്നതും, റീൽസ് ഇടുന്നതും, അല്ലെങ്കിൽ പാർട്ടി ക്യാപ്സ്യൂളുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതും മാത്രമായിരുന്നു ആ സമയത്ത് മുൻ ആരോഗ്യമന്ത്രി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും വീട്ടിലിരുന്ന് അധികാരമില്ലാതെയും, അല്ലെങ്കിൽ മുൻ MLA എന്നുള്ള, അല്ലെങ്കിൽ മുൻ മന്ത്രി എന്നുള്ളൊരു പദവിയോടെ, അല്ലെങ്കിൽ ഒരു CPM-ന്റെ പത്തനംതിട്ടയിലെ ഒരു ജില്ലാ കമ്മിറ്റി അംഗമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമോ എന്നുള്ള നിലയിൽ ഈ ഒരു പാർട്ടി ക്യാപ്സ്യൂളുകൾ ഫേസ്ബുക്കിലൂടെ വിതരണം ചെയ്യുന്നതും ഈ ഒരു മൈൻഡ് സെറ്റിലൂടെയാണ്. അപ്പോൾ ഈ രണ്ട്, അതായത് ശൈലജ ടീച്ചറും വീണ ജോർജ്, ഈ രണ്ട് പേരിൽ നിന്നും നമുക്ക് എത്രത്തോളം ഒരു നേട്ടമുണ്ടാക്കി എന്ന് കഴിഞ്ഞ 10 വർഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. അപ്പോൾ വീണ ജോർജ് ഒന്ന് സ്വയം ഒന്ന് വിലയിരുത്തണം, അല്ലെങ്കിൽ സ്വന്തം കണ്ണാടിയിലേക്ക് നോക്കണം, അല്ലെങ്കിൽ ആ ഒരു കണ്ണാടിയിൽ നോക്കി ചോദിക്കണം, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയെയും ആരോഗ്യ മേഖലയെയും വിമർശിക്കാൻ ഞാൻ യോഗ്യയാണോ? അല്ലെങ്കിൽ സ്വയം വിമർശനം നടത്തണം. എനിക്ക് എന്തിന്റെ കേടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടാണോ പോയത്, അതുകൊണ്ടല്ലേ എന്നെ വീട്ടിലിരുത്തിയത് എന്ന് സ്വയം വിമർശനം നടത്തണം. എന്നിട്ട് വേണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ. സ്വന്തം മണ്ഡലത്തിൽ പോലും വിജയിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ തമാശ. അതെ, അവർക്കെതിരെ രംഗത്തിറങ്ങിയിരുന്നത് ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രികയുമായി കുറെ കാലം ജീവിച്ച കോഴിക്കോട് സ്വദേശിനി KK ഹർഷിന. ഇവർക്ക് നീതി നൽകും, ഇവരുടെ ചിലവുകളെല്ലാം ഏറ്റെടുക്കും, അതുപോലെയുള്ള എല്ലാ പ്രസ്താവനകളും സമരപ്പന്തലിലും മറ്റെല്ലാ സ്ഥലത്തും പൊതുവേദിയിലും പറഞ്ഞെങ്കിലും ചെവി കൊടുക്കാതെ, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതെ, ഇവരെ തിരിഞ്ഞു പോലും നോക്കാതെ മുന്നോട്ട് പോയ മന്ത്രിക്കെതിരെയാണ്, മുൻ ആരോഗ്യമന്ത്രിക്കെതിരെയാണ് ഈ ഒരു ഹർഷിന നേരിട്ട് ആറന്മുളയിൽ വന്ന് സംസാരിച്ചത്. അതുമാത്രമല്ല, പിണറായി വിജയൻ സർക്കാർ പൂർണ്ണമായും അവഗണിച്ച ആശാപ്രവർത്തകരും ആ ഒരു ആറന്മുളയിൽ വന്നിരുന്നു. അപ്പോഴെല്ലാം വിചാരിക്കണം, ഈ ചെയ്തു വെച്ചതിനെല്ലാം തിരിച്ച് കർമ്മ എന്നൊരു ബൂമറാങ് തോൽവിയുടെ രൂപത്തിൽ തനിക്ക് തിരിച്ചടി തരുമെന്ന്. എന്തായാലും അതായത് മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൃത്യമായിട്ടുള്ള മറുപടി മുരളീധരൻ നൽകുന്നുണ്ട്. അപ്പം മറുപടി നൽകി പോവുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇപ്പോഴത്തെ പകർച്ചവ്യാധിയുടെ കാരണം എന്ന് ഈ വീണ ജോർജ് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാവും ആരാണ് കാരണക്കാരി എന്ന്. അത് മാത്രമല്ല, ഇപ്പോൾ പകർച്ചവ്യാധികൾ മാത്രമല്ല, പനി അതുപോലുള്ള അസുഖങ്ങൾ മാത്രമല്ല, എബോള, ഷിഗല്ല, അതുപോലെ നിപ്പ പരമാവധി ഈ ഒരു ആരോഗ്യ മേഖലയുടെ ഏകോപനത്തോടെ ആ ഒരു നിപ്പയെ പരമാവധി നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒരുപാട് വിനാശകരമല്ലാത്ത രീതിയിൽ നമുക്ക് കേരളത്തെ ഒരു പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന രീതിയിൽ മുരളീധരൻ്റെ നേതൃത്വത്തിൽ നടന്നു പോകുന്നുണ്ട്. അതുമാത്രമല്ല, ഷിഗല്ലയും അല്ലെങ്കിൽ എബോള വൈറസ് ബാധിച്ച അല്ലെങ്കിൽ എബോള വൈറസ് അല്ല എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ആശാഭാവം നൽകുന്നതാണ്, ഒരു ആശ്വാസം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന കാലങ്ങളിൽ ഈ ഒരു കേരളത്തിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടതില്ല.